ധർമ്മശാസ്താവിന്റെ മറ്റൊരു വിഗ്രഹമാണ് നൽകുന്നത്. മഹിഷി നികരനായിട്ടുള്ള അയ്യപ്പന്റെ വിഗ്രഹം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. ये जो सुंदर शिल्प है महिषासुर की बहन महिषी का वध करते हुए स्वामी अय्यप्पन का सुंदर शिल्प, ये अधर्म पर धर्म की जीत का प्रतीक है. അതുപോലെ തന്നെ ഐതിഹാസികമായ വിജയം നേടിയ കോർപ്പറേഷനിൽ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയന്തിയും അതോടൊപ്പം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, ഐതിഹാസികമായ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു ഷോൾ അണിയിച്ചു. അതോടൊപ്പം ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. സുദീർഘമായ 4 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ അനന്തപത്മനാഭന്റെ മണ്ണിൽ നമ്മുടെ പോരാട്ടങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും. തിരുവനന്തപുരം നഗരസഭയിലേക്ക് കാലെടുത്തു വെച്ച അന്ന് മുതൽ തിരുവനന്തപുരത്തെ 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഈ കോർപ്പറേഷനിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അധികാരം പിടിക്കുക എന്നുള്ളത്. ആ വലിയ ഭഗീരഥ പ്രയത്നം സാക്ഷാത്കരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവായി നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ് നമ്മൾ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി, my dear friends and leaders, first of all I would like to express my sincere thanks to Honorable Prime Minister Narendra Modi and BJP state and central team for giving me an opportunity to serve as the mayor in the city in the coming years. Dear Modi, during the election campaigning our slogan was Vikasit Bharatam. The developmental activities which is going on in our country for the last 11 years under your കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.